നേപ്പാളിൽ വൻ ഭൂകമ്പം 1000-ഓളം പേർ കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നും 83 കിലോമീറ്റർ കിഴക്കുള്ള പൊക്രയാണ് ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം. കാഠ്മണ്ഡു നഗരം പൂർണ്ണമായും തകർന്നു. വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. എവറസ്റ്റിൽ ഹിമപാതമുണ്ടായി. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നും കിഴക്ക് പൊക്ര മേഖല കേന്ദ്രമാക്കി രാവിലെ 11:30 ശേഷമാണ് അതിശക്തമായ ഭൂകമ്പമുണ്ടായത്. ഭൂകമ്പത്തിന്റെ പ്രകമ്പനത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾ കുലുങ്ങി വിറച്ചു. റിക്ടർ സ്കെയിലിൽ 7.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നേപ്പാളിൽ 1000-ഓളം പേർ കൊല്ലപ്പെട്ടതായി വിദേശ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അനൌദ്യോഗിക കണക്ക് പ്രകാരം മരണസംഖ്യ 3000-ഓളം കടന്നതായി നേപ്പാൾ റേഡിയോ റിപ്പോർട്ട് ചെയ്തു. കാഠ്മണ്ഡുവിലെ വൻ കെട്ടിടങ്ങൾ തകർന്നു വീണു. ഇന്ത്യയിലെ കുത്തബ് മീനാറിനേക്കാൾ പൊക്കമുള്ള നേപ്പാളിലെ ചരിത്ര പ്രാധാന്യമുള്ള ധരഹര ഗോപുരം തകർന്നിട്ടുണ്ട്. 100-ഓളം പേർ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. റോഡുകൾ തകർന്നതോടെ നേപ്പാളിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഫോൺ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പൂർത്തിയാകുമ്പോൾ മരണസംഖ്യ വർദ്ധിച്ചേക്കും. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേപ്പാൾ ലോകരാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു. നേപ്പാളിലെ പ്രശസ്തമായ ത്രിഭുവൻ വിമാനത്താവളം തകർന്നു. കാഠ്മണ്ഡുവിലെ വിമാനത്താവളം അടച്ചിട്ടു. തിരിച്ചുവിടപ്പെട്ട ചില വിമാനങ്ങൾക്ക് ദില്ലിയിലിറങ്ങാൻ ഇന്ത്യ അനുമതി നൽകി. ഭൂകമ്പത്തെ തുടർന്ന് എവറസ്റ്റിൽ ഹിമപാതമുണ്ടായി. 30-ഓളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. 125-ഓളം ഇന്ത്യക്കാർ നേപ്പാളിൽ അപകടത്തിൽപ്പെട്ടതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം നേപ്പാളിന് എല്ലാവിധ സഹായങ്ങളും നൽകാൻ തീരുമാനിച്ചു. സൈന്യം നേപ്പാളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തും. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു വിഭാഗം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഭൂകമ്പം ബാധിച്ച പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനായി 2 വ്യോമസേന വിമാനങ്ങൾ നേപ്പാളിലേക്ക് തിരിച്ചു. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയിൽ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 80 വർഷത്തിനിടെ ഏറ്റവും വലിയ ഭൂചലനമാണ് നേപ്പാളിൽ ഇത്തവണ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിലും ഉണ്ടായ ശക്തമായ ഭൂചലനം വൻ നാശനഷ്ടം വിതച്ചു. ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി ഭൂചലനം 23 ജീവനുകൾ കവർന്നു. തുടർ ചലനങ്ങൾ ഉണ്ടായേക്കുമെന്ന ഭീതിയാണ് ഇപ്പോഴും. രാവിലെ 11:41 ആദ്യ ചലനത്തിലും പിന്നീടുണ്ടായ 3 തുടർചലനങ്ങളിലും ഉത്തരേന്ത്യയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും നടുങ്ങി. ആദ്യ ചലനം റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ശക്തി 6.6 കുറഞ്ഞു. ബഹുനില കെട്ടിടങ്ങളുടെ ഉയർന്ന നിലകളിലാണ് ആദ്യം ചലനം അനുഭവപ്പെട്ടത്. ഭൂചലനമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ജനങ്ങൾ പുറത്തേക്കോടി. വീണ്ടും തുടർചലനങ്ങൾ ഉണ്ടായേക്കുമെന്ന ഭീതി പരന്നതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും അടച്ചു. ദില്ലിയിലും കൊൽക്കത്തയിലും മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവെച്ചു. കെട്ടിടത്തിൽ നിന്നും പുറത്തിറങ്ങിയവർ തുറസായ സ്ഥലങ്ങളിൽ തടിച്ചുകൂടി. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പശ്ചിമ ബംഗാളിലെ മാൽഡയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മതിൽ തകർന്നു വീണ് 40 കുട്ടികൾക്ക് പരിക്കുപറ്റി. ആഗ്രയിലും ഉത്തർപ്രദേശിന്റെ പലയിടങ്ങളിലും കെട്ടിടങ്ങൾ തകർന്നു വീണു. ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് കൂടുതൽ പേർ കൊല്ലപ്പെട്ടത്. നിരവധി പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ജില്ലാ ഭരണകൂടം ശേഖരിച്ചു വരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താനായി ദുരന്ത നിവാരണ സേന അടിയന്തരമായി യോഗം ചേർന്നു. ഏതു സാഹചര്യവും നേരിടാൻ സൈന്യത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെയും ആളപായത്തിന്റെയും കൂടുതൽ കണക്കുകളാണ് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തുടർ ചലനങ്ങൾ ഉണ്ടായേക്കുമോ എന്ന ഭീതി ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ വിട്ടുമാറിയിട്ടില്ല. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനും രാജീവ് കണ്ണാടിക്കുമൊപ്പം M. സന്തോഷ്. എറണാകുളത്തും പ്രകമ്പനം അനുഭവപ്പെട്ടു. കലൂർ, കടവന്ത്ര ഭാഗങ്ങളിലാണ് പ്രകമ്പനം. തുടർ ചലനങ്ങളും അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. രാവിലെ 11:45 കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ കുലുക്കം അനുഭവപ്പെട്ടത്. കലൂർ, മാമംഗലം, കടവന്ത്ര, പനമ്പള്ളി നഗർ, മേനക എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കുലുക്കം അനുഭവപ്പെട്ടത്. പലർക്കും തലകറക്കം, ഛർദി തുടങ്ങി ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു. ഒരു കുട്ടി തലകറങ്ങി വീണു. അതിനുശേഷം 2-3 പേർക്ക് ഒരുമിച്ച് തലകറങ്ങി. ഞങ്ങൾ താഴേക്കിറങ്ങി നോക്കിയപ്പോൾ 9ാമത്തെ ഫ്ലോറിൽ നിന്ന് എല്ലാവരും താഴെ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ബിൽഡിംഗ് ഷേക്ക് ചെയ്തിട്ടാണ് എല്ലാവരും ബാലൻസ് പോയെന്ന് മനസ്സിലായത്. 11:50 ആയപ്പോഴാണ് നമുക്ക് ഈ ഷേക്കിംഗ് അനുഭവപ്പെട്ടത്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. നമ്മുടെ 2 സ്റ്റാഫ് തലകറങ്ങി വീണുകയും നമുക്ക് ഈ ഫർണിച്ചറിന് കുറച്ച് കംപ്ലയിൻറ്റ്സ് പറ്റുകയും ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ മറ്റ് ഫ്ലോറിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എല്ലാവരും പുറത്തേക്ക് ഇറക്കിയത്. പനമ്പള്ളി നഗറിൽ ഭവന നിർമ്മാണ ബോർഡിന്റെ 9 നില കെട്ടിടത്തിൽ 8ാം നിലയിൽ സോളാർ കമ്മീഷൻ സിറ്റിംഗ് ഭൂചലനത്തെ തുടർന്ന് നിർത്തിവെച്ചു. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനെ വിസ്തരിക്കുന്നതിനിടയിലാണ് കുലുക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സിറ്റിംഗ് നിർത്തിവെച്ചത്. ഇങ്ങനൊരു ഭൂകമ്പം പുറത്തുണ്ടാകുന്ന ഒരു ധാരണയും എൻ്റെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ മുന്നോടിയായിരിക്കും ചിലപ്പോൾ. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം നേപ്പാളായതിനാൽ നേരിയ തോതിൽ മാത്രമാണ് കേരളത്തിൽ അനുഭവപ്പെട്ടിരിക്കുന്നതെന്നും ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുതുതായി 3 അംഗങ്ങൾ. TP രാമകൃഷ്ണൻ, MM മണി, KJ തോമസ് എന്നിവരാണ് പുതിയ അംഗങ്ങൾ. VS അച്യുതാനന്ദൻ, വൈക്കം വിശ്വൻ, PK ഗുരുദാസൻ എന്നിവർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിഞ്ഞു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. പുതുതായി 3 പേരെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണി, മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, മുൻ കോട്ടയം ജില്ലാ സെക്രട്ടറി KJ തോമസ് എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ പുതിയ അംഗങ്ങൾ. VS അച്യുതാനന്ദൻ, LDF കൺവീനർ കൂടിയായ വൈക്കം വിശ്വൻ, PK ഗുരുദാസൻ എന്നിവർ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. വൈക്കം വിശ്വനും PK ഗുരുദാസനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവും. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, P കരുണാകരൻ, EP ജയരാജൻ, TM തോമസ് ഐസക്, PK ശ്രീമതി, AK ബാലൻ, MV ഗോവിന്ദൻ, VV ദക്ഷിണാമൂർത്തി, എളമരം കരീം, ബേബി ജോൺ, ആനത്തലവട്ടം ആനന്ദൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ മറ്റംഗങ്ങൾ. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മുൻപ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും യോഗം ചേർന്നിരുന്നു. ഈ യോഗം തയ്യാറാക്കിയ പാനൽ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗം S രാമേന്ദ്രൻപിള്ള, VS അച്യുതാനന്ദൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ആദ്യമായാണ് VS അച്യുതാനന്ദൻ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ പിള്ളയുമായി സഹകരിക്കുമെന്ന് വൈക്കം വിശ്വൻ. JDU-വും RSPയും UDF വിട്ടുവന്നാൽ അവരുമായി ചർച്ച നടത്തുമെന്നും വൈക്കം വിശ്വൻ തിരുവനന്തപുരത്ത് LDF യോഗത്തിന് ശേഷം പറഞ്ഞു. സ്പീക്കർ G കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന അരുവിക്കര സീറ്റിലേക്ക് CPIM മത്സരിക്കാനും LDF യോഗ തീരുമാനം. മെയ് 7-ന് മാണിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. സോളാർ കുംഭകോണം, ബാർക്കോഴ, ബജറ്റ് വിറ്റ് കാശാക്കൽ തുടങ്ങി സംസ്ഥാന സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന കക്ഷികളുമായി സഹകരിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. അത് ഈ അഴിമതിക്കെതിരായുള്ള പ്രക്ഷോഭണ സമരങ്ങളിൽ സഹകരിക്കുന്ന ആളുകളെ അതിൽ സഹകരിപ്പിക്കും. R ബാലകൃഷ്ണപിള്ള അതിന് തയ്യാറായിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ സഹകരിക്കും. RSP രാഷ്ട്രീയമായി ചിന്തിക്കണം. ദേശീയാടിസ്ഥാനത്തിൽ RSP ഇടതുപക്ഷത്തോടൊപ്പമാണ്, സംസ്ഥാനത്ത് കോൺഗ്രസിനോടൊപ്പവും. ജനതാ പരിവാർ സംഘടനകളുടെ ലയനത്തെ ഇരുവിഭാഗം ജനതാദളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. RSPയും ജനതാദളും മുന്നണി വിട്ടുവന്നാൽ അവരുമായി ചർച്ച നടത്തുമെന്നും LDF കൺവീനർ അറിയിച്ചു. അവരുമായി ചർച്ച നടത്തും. അവർക്ക് മിക്കവാറും LDF-വുമായി സഹകരിക്കാവുന്ന രീതിയിലാണ് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചർച്ച നടത്തും. ബിജു രമേശിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ K ബാബു മന്ത്രിസ്ഥാനം രാജിവെക്കണം. മന്ത്രിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തിപ്പെടുത്തും. K ബാബുവിനെതിരെ കേസെടുക്കണം. K ബാബു രാജിവെക്കണം. മെയ് 7-ന് MP-മാരും MLA-മാരും സെക്രട്ടേറിയറ്റ് മുന്നിൽ സത്യാഗ്രഹം നടത്തും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അരുവിക്കര സീറ്റിൽ CPM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനും LDF യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കേസിൽ തന്നെ മാത്രം ബലിയാടാക്കാനാവില്ലെന്ന് മന്ത്രി K ബാബു. തന്നെ ബലിയാടാക്കിയാൽ നിരവധി മന്ത്രിമാർ കുടുങ്ങുമെന്നും K ബാബു മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി സൂചന. ബാർക്കോഴ വിഷയത്തിൽ A ഗ്രൂപ്പ് തന്നെ പിന്തുണയ്ക്കാത്തതിലുള്ള കടുത്ത അതൃപ്തി മുഖ്യമന്ത്രിയോട് ബാബു പ്രകടമാക്കി. ശൂരനാട് രാജശേഖരനെ പോലുള്ള I ഗ്രൂപ്പ് നേതാക്കൾ പിന്തുണച്ചിട്ടും A ഗ്രൂപ്പ് പിന്തുണയുമായി രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ബാബുവിന്റെ പരാതി. ബാർക്കോഴ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ K ബാബു രാജിവെക്കാനാണ് സാധ്യതയെന്ന് ബാബുവിനോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു. വകുപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഉടൻ തീരുമാനമെടുക്കാൻ ബാബു തൻ്റെ സ്റ്റാഫ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. വകുപ്പിലെ പ്രധാന ഫയലുകളുമായി ബാബുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഇന്നലെ ഉച്ചയോടെ കൊച്ചിക്ക് തിരിച്ചു. ഇത് അസാധാരണമാണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബാർക്കോഴ കേസിൽ തന്നെ ഒറ്റപ്പെടുത്തരുതെന്ന് മുഖ്യമന്ത്രിയോട് ബാബു പറഞ്ഞതായും വിവരമുണ്ട്. ബാബുവിൻ്റെ രാജ്യഭീഷണി മാണിയെയും ഒപ്പം ആഭ്യന്തര വകുപ്പിനെയും സമ്മർദ്ദത്തിലാക്കും. ഇക്കാര്യത്തിൽ മാണിയെപ്പോലെ താൻ സാങ്കേതികവാദത്തിൽ കടിച്ചു തൂങ്ങില്ല എന്നാണ് ബാബുവിൻ്റെ പക്ഷം. ഇക്കാര്യം ബാബു മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചെങ്കിലും വാർത്ത പാടെ നിഷേധിച്ചു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാങ്കേതികത്വം പറഞ്ഞ് ഒരു ഗൗരവമുള്ള പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ശ്രമിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് ഞാൻ പണം പറ്റിയെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചില മാധ്യമങ്ങൾ ഇന്നലെ കുറച്ച് ആഘോഷിച്ചു, ഞാൻ രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞ്. അത് അവരുടെ താല്പര്യം, രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. വിജിലൻസ് അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും വിജിലൻസ് അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇത് ലഭിച്ച ശേഷമാവും തുടരന്വേഷണത്തിൽ ബാബുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമോ എന്ന അന്തിമ തീരുമാനമെടുക്കുക. എന്നാൽ മുഖ്യമന്ത്രിയോട് ആലോചിച്ച് സമ്മതം വാങ്ങിയ ശേഷം മാത്രമേ ബാബു രാജിവെക്കണമോ എന്ന് തീരുമാനിക്കൂ. നിലവിൽ ഇതിന് സാധ്യത കുറവാണെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. K ബാബുവിനെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് M പോളിന് കത്ത് നൽകിയതായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. തന്റെ നിലപാടുകൾ ശരിയാണെന്ന് പിന്നീട് തെളിയുമെന്നും VS പറഞ്ഞു.
ിട്ടുണ്ട് ആ കത്തിൽ ബാബുവിന് കൊടുത്ത കോഴയെ സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് ആണ് വിൻസെൻ്റ് പോളിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ശക്തമായിട്ടുള്ള നിലയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. പക്ഷേ ഇന്ന് പെട്ടെന്ന് ക്ഷീണമുണ്ടായിരിക്കുന്നു. അതൊക്കെ നിങ്ങൾ പിന്നീട് മനസ്സിലാക്കിക്കോളൂ. ഈ ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണോ BSA? സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇപ്പോഴും KPCC ജനറൽ സെക്രട്ടറി MD ആയ ന്യൂസ് പോർട്ടലിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം. സെക്സ് ടൂറിസം നടക്കുന്ന തായ്ലൻഡിലേക്ക് രാഹുൽ പോയതിന്റെ കാരണം വ്യക്തമാക്കണമെന്നുൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് ലേഖനത്തിലുള്ളത്. അതേസമയം ഐ ഗ്രൂപ്പ് നേതാവ് MD ആയ പോർട്ടലിലെ വാർത്തയ്ക്കെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം. KPCC ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പ് നേതാവുമായ N സുബ്രഹ്മണ്യൻ MD ആയ ന്യൂസ് പോർട്ടൽ ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂസ് പോർട്ടലിലെ വഴിപോക്കൻ എന്ന കോളത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനമുള്ളത്. പിണങ്ങിപ്പോവുന്ന പയ്യന്മാരെ പോലെ രാഹുലിന്റെ തിരോധാനത്തെ നിസ്സാരമായി കാണാനാവില്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. MPയും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റുമായ രാഹുൽ ചുമതലകൾ മറന്ന് ബജറ്റിന് മുമ്പ് മുങ്ങിയത് നാടകമാണ്. സെക്സ് ടൂറിസം വലിയ തോതിൽ നടക്കുന്ന ബാങ്കോക്ക് നഗരത്തിൽ തന്നെയായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത്. എവിടെയൊക്കെ താമസിച്ചു, ആരൊക്കെ കൂടെയുണ്ടായിരുന്നു, ഇങ്ങനെ മുനവച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ലേഖനത്തിലൂടെ ഉന്നയിക്കുന്നു. ഇത്തരം നേതാക്കളെ വെച്ച് പാർട്ടിക്ക് എത്ര കാലം മുന്നോട്ട് പോകാനാവും? വിവാദങ്ങൾ അവസാനിക്കുകയല്ല ആരംഭിക്കുകയാണെന്നും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറുപടി പറയേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാണ്. പോലീസിനെ ഉപയോഗിച്ച് എ ഗ്രൂപ്പിനെ ഒതുക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ വിശ്വസ്തനായ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുവെന്ന വിമർശനം നിലനിൽക്കുന്നതിനിടെയാണ് ലേഖനം പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായ ലേഖനം ഐ ഗ്രൂപ്പിനെതിരായ ആയുധമാക്കി മാറ്റാനാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം. സുബ്രഹ്മണ്യന്റെ മൗനാനുവാദത്തോടെയാണ് ലേഖനം പുറത്തുവന്നതെന്ന് കാണിച്ച് എ ഗ്രൂപ്പ് ഹൈക്കമാൻഡിനെ സമീപിക്കും. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.